ഇവിടെ ഇപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടാൽ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കാനാണ് പോകുന്നതെന്ന് തോന്നും. പക്ഷെ ചിക്കൻ അല്ല കേട്ടോ ഇതിവിടെ കുറച്ച് ഓർക്കിഡ് വെക്കാനായിട്ട് കുറച്ച് കരി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കരി ഉണ്ടാക്കാനായിട്ട് ഇവിടെ കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കത്തിച്ച് കരിക്കട്ട ഉണ്ടാക്കിയതാണ്, കരി ഉണ്ടാക്കിയതാണ്. നമുക്ക് റെഡിമെയ്ഡായിട്ട് കരി മേടിക്കാൻ കിട്ടും. പക്ഷെ ഇപ്പോൾ ഇവിടെ കരി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കുറച്ച് ഓർക്കിഡ് വെക്കാനായിട്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചകിരിയുടെ വെട്ടിയെടുക്കുകയാണ് ഇതിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ കുറച്ച് ചകിരിത്തൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ ചകിരിത്തൊണ്ടും കുറച്ച് ഇഷ്ടിക മുറി, അതുപോലെ തന്നെ ഓടുണ്ടെങ്കിൽ ഓടിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി ഓട്ടുമുറി, ഇത് മൂന്നുമാണ് നമ്മൾ ഓർക്കിഡ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തൊണ്ടിട്ട് പിന്നെ കുറച്ച് ഓട്ടുമുറിയിട്ട് കരിയിട്ടാണ് ഓർക്കിഡ് വെക്കുന്നത്. കരി എപ്പോഴും ഓർക്കിഡിന് നല്ലതാണ്. ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ കരി മാത്രം ഉപയോഗിച്ചാലും മതിയാകും. കുറച്ച് വലിയ പ്ലാന്റ് ആണെങ്കിൽ ഈ 3 ഓട്ടുമുറിയും കരിയും ചകിരിത്തൊണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ വെച്ച് കഴിഞ്ഞ് ഇതിലേക്കാണ് നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത്. പ്ലാന്റ് വെച്ച് കൊടുത്ത് കുറച്ച് മുകളിലേക്കായിട്ടാണ് വെക്കണം. എപ്പോഴും താന്നു പോകരുത്. കുറച്ച് മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും അതിൽ നിന്ന് പുതിയ ബ്രാഞ്ചസൊക്കെ വരാൻ നല്ലതാണ്. പിന്നെ എപ്പോഴും പ്ലാന്റിനെ ഹെൽത്തി ആക്കാൻ വേണ്ടി നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുക്കണം. NPK അല്ലെങ്കിൽ യൂറിയ നല്ലതാണ്. അത് 1 ലിറ്ററിൽ 2 മുതൽ 4 ml വരെ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴും ചെടിയെ ഗ്രോത്ത് ആക്കിയിട്ട് വേണം പൂക്കൾ വിരിയിക്കാനായിട്ട്. ആദ്യം തന്നെ പൂക്കൾ വിരിയാനുള്ള വളങ്ങൾ കൊടുക്കരുത്. ചെടിയെ നന്നായി ഗ്രോത്ത് ആക്കിയിട്ട് വേണം പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ആഴ്ചയിൽ NPK സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെച്ചറാവുമ്പോൾ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറും കൊടുക്കാം. പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അത് ഉണങ്ങി തുടങ്ങുമ്പോൾ അതിൻ്റെ പൂക്കളുടെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ആ കൊല കട്ട് ചെയ്ത് കളയുമ്പോഴാണ് പിന്നെ അടുത്തത് 2 മാസം കഴിയുമ്പോഴേക്കും അടുത്ത പൂക്കൾ വന്നു തുടങ്ങും. പിന്നെ നമുക്ക് ഗ്രീൻ കെയർ 30-10-10 ഉപയോഗിക്കാവുന്നതാണ്. അതും നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ചില ഓർക്കിഡുകളൊക്കെ നമുക്ക് ഇതുപോലെ മരത്തുമ്മ വെച്ച് കെട്ടി, മാവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ അതുമ്മ വെച്ച് കൊടുത്താൽ നന്നായി പൂക്കളുണ്ടാവുകയും ചെയ്യും. അതുപോലെ വേരുപിടുത്തത്തിനും ഈ മരങ്ങളുമേ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. അത് നന്നായി വേര് പിടിക്കുകയും ചെയ്യും, നന്നായി പൂക്കളുണ്ടാവുകയും ചെയ്യും. വെയിൽ അധികം നല്ലതല്ല.